അത് മേക്കിംഗ് അതൊരു ഗെയിം പോലെയാണ്. ഭയങ്കര ഗംഭീര പരിപാടിയാണ്. നോർമൽ ഡാൻസറിന് ഒരു സ്റ്റണ്ട് ഡാൻസർ ആവാൻ പറ്റും. എന്റെ ഡാൻസ് കാലത്ത് ഏറ്റവും ടഫായിട്ട് സ്റ്റണ്ടുകളൊക്കെ ട്രൈ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് എന്റെ വളരെ അടുത്ത സുഹൃത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പോയി, ഗംഭീരം, ഞാൻ കരഞ്ഞു വീഴുന്നുണ്ട്. പെൺകുട്ടിയാണ്. എനിക്ക് രാജസുന്ദരം എനിക്ക് മറക്കാൻ പറ്റും. രാധിക സ്റ്റൈലും അദ്ദേഹം കമ്പോസ് ചെയ്ത ഒരു സോങ്ങിൽ എനിക്ക് കൊറിയോഗ്രാഫി ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ചെയ്യാൻ പറ്റുന്നത് ഞാൻ വിചാരിച്ചില്ല. അത്ര ഞാൻ മനസ്സിൽ ചിന്തിച്ചല്ലോ. ഇപ്പൊ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പൊ യൂട്യൂബിൽ നോക്കിയിട്ടാണേലും കോച്ചിങ് ക്ലാസ് ഒക്കെ ആണെങ്കിലും ഡീപ്പ് ടെക്നിക്സുകൾ നമുക്ക് കിട്ടും. ഈ സിനിമ കാണിക്കുന്ന കാസറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെ പഠിച്ചിട്ടുണ്ടോ? ക്ലൈമാക്സ് എത്ര ദിവസം എടുത്ത് ഷൂട്ട് ചെയ്യാൻ ഒരു ദിവസം. പക്ഷെ അതിനു വേണ്ടി പ്രാക്ടീസും പരിപാടിയാണ്. പ്ലാനിങ്ങും കുറെ നമ്മൾ അത് മൊബൈൽ ഷൂട്ട് ചെയ്ത് വർക്ക് ചെയ്ത് നോക്കി വീണ്ടും ഷൂട്ട് ചെയ്തു. നമ്മൾ റഫായിട്ട് വെള്ളം മഴയൊക്കെ ഉണ്ടാക്കി ഞങ്ങള് ടെറസിന്റെ മുകളിൽ വെള്ളം കഴിച്ച് ഭയങ്കര ഷൂട്ട് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വേറെ ആളുകൾ അങ്ങനെ പ്ലാൻ ചെയ്തെടുത്തതിന്റെ ഗുണം സിനിമയ്ക്ക് തീർച്ചയായിട്ടും 100% അത് ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും പറയുന്നത് ക്ലൈമാക്സ് കണ്ട് കരഞ്ഞു എന്നുള്ളതാണ്. ക്ലൈമാക്സ് കണ്ടിട്ട് ഇമോഷണലി പോയി. ഇപ്പൊ ഇന്ന് രാവിലെ കൂടി എന്നെ കുറെ പേര് വിളിക്കുന്നുണ്ട്. ഇന്ന് എന്റെ വളരെ അടുത്ത സുഹൃത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പോയി, ഗംഭീരം, ഞാൻ കരഞ്ഞു വീഴുന്നുണ്ട്. പെൺകുട്ടിയാണ്. അപ്പൊ അതാണ് ആക്ച്വലി ഇതാണ് അതിന്റെ ഒരു അത്രയും വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ അകത്ത് ബാക്കിൽ നല്ല സ്ട്രെയിൻ ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരും. ഞാൻ മാത്രമല്ല, അതായത് നല്ല ഗംഭീര, അതായത് അൻസാഷ നന്നായിട്ട് അത് കവർ ചെയ്തിട്ടുണ്ട്. സാറിന്റെ ഔട്ട്പുട്ടും നിസാരമല്ല. സാറാണ് ഈ തോട്ട് മുഴുവൻ കൊണ്ടുവന്നത്. ഇമോഷൻ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കുറഞ്ഞു പോയത് കുറച്ചുകൂടി കൂട്ടണം. അങ്ങനെ എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആ ക്രൂവിലുള്ള എല്ലാവരും, ആർട്ടായാലും എല്ലാ ഭാഗത്തിലുള്ള ആളുകളും എല്ലാവരുടെ സപ്പോർട്ടും ഉള്ളത് കൊണ്ടാണ് അത്രയും ചെയ്യാൻ പറ്റിയത്. ഇപ്പൊ നമ്മൾ MJ കുറിച്ച് പറഞ്ഞു. ഈ MJയുടെ സോങ്സ് ഒന്നും നമ്മൾ ഇതിനകത്ത് റൈറ്റ്സിന്റെ ഭാഗമായിട്ടാണ് യൂസ് ചെയ്യാതിരുന്നത്. ലൈക്ക് റൈറ്റ്സിന്റെ ഭാഗമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ട്രൈ ചെയ്തായിരുന്നു റൈറ്റ്സിന് വേണ്ടി. ട്രൈ ചെയ്തിരുന്നു. പക്ഷെ അത് ഈ പറയുന്ന പോലെ, കാരണം ഓൾറെഡി നല്ല ബഡ്ജറ്റ് പടം, വീണ്ടും ഇനി ഇതിലൊരു ബഡ്ജറ്റ് കൂടി പോകണ്ടെന്ന് എഴുതിയിട്ട് അങ്ങനെ കട്ട് ചെയ്തതാണ്. വേറെ പല ഓപ്ഷനും കാണാം അതിൻ്റെ അകത്ത്. നമ്മൾ സിനിമയുടെ 2 ക്ലിപ്പ് കാണിക്കുന്നുണ്ട്. സിനിമ അതിന്റെ ഓഡിയോ കട്ട് ചെയ്തിട്ടാണ് വേറെ നമ്മൾ ഓഡിയോ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ത്രില്ലർ ചെറിയ പിറ്റുകൾ മാത്രമാക്കി കട്ട് ചെയ്ത് ചുരുക്കി അത് അറിയാൻ വേണ്ടി മാത്രം. പക്ഷെ അതൊക്കെ വെച്ച് കഴിഞ്ഞാല് വീണ്ടും ഫണ്ട് നിൽക്കില്ല. പക്ഷെ അതിനോട് സാമ്യമായിട്ടുള്ള രീതിയിൽ ഒരു മ്യൂസിക് തിയേറ്ററിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റി. അത് സാമ്യമുള്ള ഒരു രീതിയിലാക്കി അതിനെ മാറ്റി. ബീറ്റ്സ് സാറ് പറഞ്ഞു ഇതിനകത്ത് സുരയുടെ ലൈക്ക് ക്ലൈമാക്സിലെ ഡാൻസ് സീൻസിലെ കുറച്ച് സ്റ്റണ്ട് പോർഷൻസ് ഉണ്ടായിരുന്നു. അത് ഡ്യൂപ്പാണ് ചെയ്തതെന്ന്. അപ്പം ഒരു നോർമൽ ഒരു ഡാൻസറിനും ഒരു സ്റ്റണ്ട് ഡാൻസറും തമ്മിലുള്ള ലൈക്ക് വ്യത്യാസം സാറിന്, നോർമൽ ഡാൻസറിന് ഒരു സ്റ്റണ്ട് ഡാൻസർ ആവാൻ പറ്റും? തീർച്ചയായിട്ടും നോർമൽ ഡാൻസർ സ്റ്റണ്ട് ചെയ്യാനായിട്ട് പോസിബിലിറ്റി ഉണ്ട്. കാരണം അതാണ് ഇപ്പം ബി ബോയിങ് സ്റ്റൈല് തന്നെ നമുക്ക് ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും അത് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ സിനിമ എന്ന് പറയുമ്പോൾ അറിയാലോ, നമുക്കൊരു ക്യാരക്ടറിനെ അങ്ങനെ ചെയ്യിപ്പിക്കണം എന്ന് പറയുമ്പോഴാണ് നമ്മൾ സ്റ്റണ്ടിന്റെ ആവശ്യം വേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും ഒരു ഡാൻസർക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ സ്കില്ല് ഒന്ന് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവർക്കൊരു ടേസ്റ്റ് ഉണ്ടെങ്കിൽ, അതിനോടൊരു താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റണ്ട് എന്നൊരു പ്രശ്നമല്ല. കാരണം ഞാൻ ആദ്യം എൻ്റെ ഡാൻസ് കാലത്ത് ഏറ്റവും ടഫായിട്ടുള്ള സ്റ്റണ്ടുകളൊക്കെ ട്രൈ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അതിനു വേണ്ടി നമ്മൾ കുറെ പാഷനായിട്ട് ഇവിടെ നിന്ന് ട്രിവാൻഡ്രം വരെയൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട് പഠിക്കാൻ വേണ്ടി. ഞാൻ അന്ന് ട്രിവാൻഡ്രത്ത് ഫുഡ് ലൂസേഴ്സ് എന്ന് പറഞ്ഞൊരു ഡാൻസ് സ്റ്റുഡിയോ ഉണ്ട്. അവിടെ ഒരു ബാബു എന്ന് പറയുന്നൊരു മാസ്റ്റർ ഉണ്ട്. ബാബു മാസ്റ്റർ കാണാനായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് വെള്ളിയാഴ്ച വൈകിട്ട് ഇവിടെ നിന്ന് ബൈക്കിൽ പോവും. സാറ്റർഡേ സൺഡേ അവിടെ മോർണിംഗ് ക്ലാസ് ഉണ്ട് ശംഖുമുഖത്ത്. അപ്പോൾ അവിടെ പോയിട്ട് സാറ്റർഡേ മോർണിംഗ് അവിടെ എത്തും. ബീച്ചിൽ പ്രാക്ടീസ് ചെയ്യും. അവരുടെ ഡാൻസ് ഫ്ലോറിൽ പോയി കിടന്നുറങ്ങും. അവിടെ പോയി ഡാൻസ് പഠിക്കും. അവിടെ കിടന്നുറങ്ങിയിട്ട് സൺഡേ ക്ലാസ്സും കഴിഞ്ഞിട്ട് സൺഡേ നൈറ്റ് അവിടെ നിന്ന് തിരിച്ച് വണ്ടി ഓടിച്ചു ബൈക്കിൽ. അപ്പൊ അത് അന്ന് ഒരു ഭയങ്കര ക്രേസ് ആയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ സ്റ്റണ്ടിന് വേണ്ടി ശ്രമിച്ചാലേ നമുക്ക് എവിടെയും ചെയ്യാൻ പറ്റും. ഫോട്ടോ എടുക്കണം. അതിനുവേണ്ടി ഒരു പരിശ്രമിക്കണം. കുറച്ച് പെയിൻ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് റിസ്ക് എത്രത്തോളം ഉണ്ട് സ്റ്റണ്ടിന്റെ? ഇപ്പോ റിസ്ക് കുറവാണ്.
ഫണ്ട് റിസ്കേ ഉള്ളൂ. കാരണം അന്ന് ചുമ്മാ ബീച്ചിൽ പോയിട്ട് ജമ്പ് ചെയ്യുക, ബേസിക് ടെക്നിക്സ് വെച്ചിട്ട് ചെയ്യാണ്. അതായത് നമ്മള് ഇവിടെ ഫോർട്ട് കൊച്ചിയിലും പോയി ചെയ്യുമായിരുന്നു അതിനുശേഷം. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ അതിനുള്ള എക്യുപ്മെന്റുകളായി, പിറ്റുകൾ വന്നു, ബെഡ്, എല്ലാ സാധനങ്ങളും ഇപ്പൊ ഇന്ന് അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് ഇഞ്ചുറീസ് ഒക്കെ പറ്റുമായിരുന്നു. ഇഞ്ചുറീസ് പറ്റി എന്റെ ഈ ഇവിടുത്തെ 2 എല്ലാം ഒടിഞ്ഞതാണ്. അത് ഫോർട്ട് കൊച്ചിയിൽ ചെയ്തതാണ്. ഒരു കോമ്പറ്റീഷന് വേണ്ടി പ്രാക്ടീസ് ചെയ്ത സമയത്ത് അതൊന്ന് പെർഫെക്റ്റ് ആവാൻ വേണ്ടി ഞാനത് എയർ സമ്പർ ഇങ്ങനെ, അതായത് നമ്മളൊരാളുടെ കാലിൽ കയറി നിന്നിട്ട്, കയ്യിൽ കയറി നിന്നിട്ട് മേളിലേക്ക് ബാക്ക് ഫ്ലിപ്പ് ചെയ്തു. അപ്പൊ അതിനു വേണ്ടി ട്രൈ ചെയ്തപ്പോ കുറെ സാധാരണ ബീച്ചിൽ ചെയ്തപ്പോ ഓക്കെ, പക്ഷെ അതൊന്ന് മനസ്സിൽ ഉറക്കാൻ വേണ്ടി ഇപ്പൊ ഫോർട്ട് കൊച്ചി ബീച്ചിന്റെ മേളിൽ വാക്ക്വേഡില് കേറിയിട്ട് 2 സൈഡിലും കരിങ്കല്ലാണ്. അപ്പൊ ഒരു ധൈര്യം കിട്ടാൻ വേണ്ടി എന്റെ മുകളിൽ കയറി ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു, എന്റെ ഇങ്ങനെ സെബി എന്ന് പറഞ്ഞ ഇങ്ങനെ, എന്റെ ഫ്രണ്ട് മേളിലേക്ക് എറിഞ്ഞു വിടുന്നത് തന്നെയാണ് അവനാണ്. അപ്പൊ ആദ്യമായിട്ട് പുറത്ത് ചെയ്യാണ്, ബീച്ചിൽ ചെയ്യുന്നതൊക്കെയാണ്, പക്ഷെ എങ്കിലും പുറത്ത് ചെയ്യുന്നതുകൊണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ഓപ്പോസിറ്റ് ആണല്ലോ, ഫേസ് ടു ഫേസ് ആണല്ലോ നിൽക്കുന്നത്. ഞാനിങ്ങനെ അടുത്ത് വരുമ്പോ അപ്പൊ അവന്റെ മനസ്സിലെ പ്ലാൻ എന്ന് വെച്ചാൽ ഇവൻ എന്തായാലും മറിഞ്ഞു വരും, അപ്പൊ അതുകൊണ്ട് മറിഞ്ഞ് താഴെ കറക്റ്റ് ആയിട്ട് വരണം, അതുകൊണ്ട് കുറച്ച് ഫോഴ്സ് കൊടുക്കാന്ന് അവൻ മനസ്സിൽ ചിന്തിച്ചിട്ട് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ചിന്തിച്ചത് എന്താണ്, എന്തായാലും മേളിലേക്ക് പോകണം, ജസ്റ്റ് ഒന്ന് തിരിഞ്ഞാൽ മതി, നമുക്ക് പറഞ്ഞ അധികം ജമ്പ് വേണ്ടെന്നുള്ള എന്റെ മനസ്സിൽ. ഞങ്ങൾ ഫേസ് ടു ഫേസ് വന്നു, ഞാൻ കാലെടുത്ത് വെച്ചു, ഇവൻ ഒറ്റ എറിയൊക്കെ എറിഞ്ഞു, നല്ല ഫോഴ്സിൽ എറിഞ്ഞു. ഞാൻ നേരെ പോകുന്നത്, പിന്നെ ഞാൻ കാണുന്നത് അവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലേ, ആ സ്ട്രീറ്റ് ലൈറ്റ് എന്റെ ഫേസിൽ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് നല്ല എറിഞ്ഞു പോയി പെട്ടെന്ന്. അപ്പൊ അടുത്ത് എന്റെ കാലി സ്ട്രീറ്റിൽ ഇരിക്കും. ഞാനവിടെ പെട്ടെന്ന് തിരിഞ്ഞു, ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ ബോഡി ടൈം ചെയ്ത് നേരെ ഫ്ലോറിൽ വന്നിട്ട് അപ്പുറത്തേക്ക് പറഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ഞാൻ കറക്റ്റ് ചെയ്ത്. അപ്പൊ കൈയാണ് ഫസ്റ്റ് ലെഫ്റ്റ് ഹാൻഡാണ് കുത്തിയത്. അപ്പം ഈ 2 എല്ല് പൊട്ടി. എത്രാമത്തെ വയസ്സിലായിരുന്നു അത്? എനിക്ക് തോന്നുന്നു ഒരു 25 വയസ്സായി, 22 വയസ്സൊക്കെ ഉള്ള സമയത്താണ്. അപ്പൊ അത് പക്ഷെ ഈ അന്ന് ഈ ഡാൻസ് കേട്ട് ക്രൈസ്, സിനിമയിലും അതേപോലെയാണല്ലോ പഠിക്കാൻ. ഇപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇപ്പൊ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ പരിപാടികളൊക്കെ ബെഡ് ഉണ്ട്. ഇപ്പൊ യൂട്യൂബ് നോക്കിയിട്ടാണേലും കോച്ചിങ് ക്ലാസ് ഒക്കെ ആണെങ്കിലും ഡീപ്പ് ടെക്നിക്സുകൾ നമുക്ക് കിട്ടും. ഈ സിനിമ കാണിക്കുന്ന പോലെ കാസറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെ പഠിച്ചിട്ടുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും അത് ബ്രേക്ക് ഡാൻസിന്റെ കാസറ്റുകളൊക്കെ നോക്കി നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ ബ്രേക്ക് ഡാൻസിന്റെ ഞാൻ തുടങ്ങിയ സമയത്ത് ഓൾമോസ്റ്റ് കാസറ്റ്, വീഡിയോ കാസറ്റുകൾ ഇതൊക്കെ ഇറങ്ങി തുടങ്ങി. കാതലൻ അതുപോലെ പ്രഭുദേവയുടെ വീഡിയോസ് ഒക്കെയാണ് നമ്മൾ കണ്ടിട്ട് മൂവ്മെന്റുകൾ എങ്ങനെ ചെയ്തു എന്നൊക്കെ നോക്കാനായിട്ടുള്ള, അതൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, അങ്ങനെ പഠിക്കാൻ നോക്കിയിട്ടുണ്ട്. ഈ സാറിനെ അപ്പം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള സിനിമയിലെ ലൈക്ക് മൂവീസിലേതെങ്കിലും ഡാൻസേഴ്സോ അതേപോലെ ലൈക്ക് സോങ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ചെറുപ്പത്തില് ഭയങ്കരമായിട്ട് ഇതേപോലെ? ഞാൻ രാജസുന്ദരത്തിന്റെ ഭയങ്കര ഫാനായിരുന്നു, പ്രഭുദേവയുടെ ഭയങ്കര ഫാനാണ്. അവർ ക്രിയേറ്റ് ചെയ്ത ടെക്നിക്സ് ക്രിയേറ്റീവ് ആയിട്ടുള്ള, കാരണം അവര് നമ്മൾ കാണുന്ന ഇപ്പൊ ഒരു ട്രാക്ക് കിട്ടുമ്പോൾ, നമ്മുടെ ഒരു ഓഡിയോ ട്രാക്ക് കിട്ടുമ്പോൾ നമ്മൾ അതിൽ എന്തെങ്കിലും ഒരു ബീറ്റ്, ചെറിയൊരു പരിപാടിയാണെങ്കിലും മ്യൂസിക്കലി എന്തെങ്കിലും 1 2 3 4 എന്തെങ്കിലും ബീറ്റ് ആണെങ്കിലും, പക്ഷെ നമ്മളതിൽ ഭയങ്കര വലുതായിട്ട് ചിന്തിക്കും, ഭയങ്കര മൂവ്മെന്റ് ഒക്കെ പ്ലാൻ ചെയ്തു. പക്ഷെ ഈ ലെജൻസ് ആയിട്ടുള്ള കൊറിയോഗ്രാഫേഴ്സ് എല്ലാം ട്രെയിൻ ചെയ്തത് അവർ ആ ബീറ്റിന് വളരെ ഈസി ആയിട്ട് ചിലപ്പോൾ ഒരു ക്ലോത്ത് എടുത്തിട്ട് ഇങ്ങനെ മാറ്റിയിട്ട് അത് ഷൂട്ട് ചെയ്ത് കളയും. അപ്പൊ നമുക്ക് അപ്പോഴാണ് നമ്മൾ അതിനെ അതിശയിക്കണത്. അപ്പൊ നമ്മള് അങ്ങനെ ചെയ്യായിരുന്നു, അതെന്തുകൊണ്ട് അങ്ങനെ നമ്മൾ ഇത്ര ഡീപ്പ്. അപ്പൊ അതെന്താ പ്രശ്നം വെച്ചാല്, എന്നും നമ്മളുടെ ഇപ്പൊ അന്നൊക്കെ പഴയ കാലത്തൊക്കെ എൻ്റെ ഉള്ളില് ഭയങ്കര ഈ പറയുന്ന മൂവ്മെന്റുകളാണ്, എങ്ങനെ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ എത്ര സ്ട്രെങ്തില് വലിയ വലിയ മൂവ്മെന്റുകൾ ക്രിയേറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെയാണ്. പക്ഷെ അതൊക്കെ വളരെ നിസ്സാരമായിട്ട് വെറുതെ ഇങ്ങനെയൊക്കെ ജസ്റ്റ് ലുക്കിലൊക്കെ കട്ട് ചെയ്തില്ലേ. ഇപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് അത് മേക്കിംഗ് അതൊരു ഗെയിം പോലെയാണ്, ഭയങ്കര ഗംഭീര പരിപാടിയാണ്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് അതിന് നല്ല രസമായിട്ട് വർക്ക് ചെയ്യാം. ഇൻസ്പയർ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? എനിക്ക് രാജസുന്ദരം എനിക്ക് മറക്കാൻ പറ്റില്ല, ആദ്യക്ക് ആ സ്റ്റൈലും പ്രഭുദേവ അതേപോലെ അതൊക്കെയാണ് വലിയ അവരുടെ സ്റ്റൈൽ എപ്പോഴെങ്കിലും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറെ പടങ്ങളിലും ചെറിയ പരിപാടികളൊക്കെ ഞാൻ ശ്രമിച്ചിട്ടൊക്കെ. പക്ഷെ നമുക്ക് പറയുന്നല്ലേ, മലയാള സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് ഏറ്റവും ഇഷ്ടം ഐറ്റം സോങ് ചെയ്യാൻ ഇഷ്ടമാണ്, അതേപോലെ ഫോക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. ഇത് രണ്ടും ഞാൻ ഇത് വെച്ചിട്ടില്ല. കിട്ടുന്ന മൊത്തം വെസ്റ്റേൺ അല്ലെങ്കിൽ ഈ പറയുന്ന
മോഡേൺ ഈ ആടുജീവിതത്തിന്റെ പ്രമോ ഞാൻ എന്തായിരുന്നു അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എനിക്ക് മറ്റേത് ഫോക്കും ഐറ്റം ഡാൻസ് ഒക്കെ കുറച്ചും കൂടി ഓൾ ഔട്ട് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ. പക്ഷെ അതൊക്കെ ഇവിടെ മലയാള സിനിമയിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മളെയൊന്നും മലയാളികളെ വിളിച്ചിട്ടില്ല, അങ്ങനെ ഒരു സ്പേസ് നമുക്ക് തന്നിട്ടില്ല. അല്ല പണ്ട് ഒരു 2000s ഇറങ്ങിയ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇറങ്ങിയ സിനിമയിലൊക്കെ ഒരു ഐറ്റം അതേപോലെ ലൈക്ക് ഈ ഫോക്ക് ഡാൻസ് ഒക്കെ ഉള്ള സോങ്സ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കാലഘട്ടം മാറി ഇപ്പോഴത്തെ സിനിമയിൽ അങ്ങനത്തെ ഡാൻസും പരിപാടിയും കുറഞ്ഞെന്ന് സാറിന് തോന്നാറുണ്ട്? ഡാൻസ് കുറഞ്ഞു എന്ന് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പോഴത്തെ സിനിമകളിൽ പൊതുവെ ഇപ്പൊ ഒന്ന് ഓരോന്ന് പിക്കപ്പായി വരുന്നുണ്ട്. ഒരു സമയത്ത് ഡാൻസേ ഉണ്ടായിരുന്നില്ല. എന്നോട് പലരും ചോദിച്ചിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന പോലെ ഡാൻസ് ഒക്കെ ഇങ്ങനെ വരുന്നതിന് മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് ഈ പറഞ്ഞ കുറെ നല്ല ലെജൻസ് ആയിട്ടുള്ള കൊറിയോഗ്രാഫേഴ്സ് ഇവിടെ വന്ന് ചെയ്തു പോകുന്നുണ്ടെങ്കിൽ നമുക്കതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുമോ, വരുമോ, നടക്കുമോ എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ പല സുഹൃത്തുക്കൾക്കും എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. അപ്പം എൻ്റെ അഭിപ്രായം നടക്കും തന്നെയായിരുന്നു. അത് പോസിബിൾ ആവും, അതിനുള്ള ഓപ്പർച്യൂണിറ്റികളുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ സ്പേസ് തരുന്നില്ല എന്നുള്ളതാണ്. മലയാളികളെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? മലയാളികൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അങ്ങനെ ഒരു സ്പേസ് നമുക്ക് അഥവാ തന്നാ പോലും അവർക്ക് സംശയമാണ് കൊണ്ട് പറ്റുമോ, ശരിയാക്കൂലല്ലേ എന്നുള്ള ഒരു തോട്ടുണ്ട്. പിന്നെ വളരെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കള് അവരൊക്കെയാണ് നമ്മളെ വിശ്വസിച്ച് തരുന്നത് അങ്ങനത്തെ. പക്ഷെ അത് അപ്പൊ നമ്മള് നല്ല ഹാർഡ് വർക്ക് ചെയ്യും, നന്നാക്കാൻ ശ്രമിക്കും, അത് നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരും. ഇപ്പൊ എന്റെ പടം കൂടെ ഇറങ്ങാനുണ്ട്, അതിലും ഈ പറയുന്ന നല്ല റാപ്പാണ്. പക്ഷെ അതിപ്പോ എനിക്ക് ഫ്രീഡം തന്നു. അപ്പൊ ഞാൻ അപ്പൊ ആ സോങ്ങിന് വേണ്ടി ഞാൻ ഇതിന് ട്രിനിറ്റി ഉപയോഗിക്കണം, ട്രിനിറ്റി ഉപയോഗിക്കാതെ ഇതിനകത്ത് ചെയ്യാൻ പ്രാക്ടിക്കൽ അല്ല, അല്ലെങ്കിൽ ആ ഫ്ലോ കിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഡയറക്ടർ അവസാനം ട്രിനിറ്റി കൊണ്ടുവന്നു. നല്ല നമ്മുടെ എനിക്കറിയാവുന്ന ഒരു ഓപ്പറേറ്റർ ആയിരുന്നു, നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. ഫ്രീഡം കിട്ടി, ഫ്രീഡം. അതെ അതെ, നമുക്ക് അങ്ങനെ ഒരു തെറ്റായിക്കോട്ടെ, പക്ഷെ നമുക്കൊരു സ്പേസ് തന്നിട്ട് നീ പറയൂ, നിന്റെ അഭിപ്രായം പറയൂ, എങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ള ചോദിക്കുകയാണെങ്കിൽ നമുക്കിപ്പോ നമ്മളപ്പോ അത് വർക്ക് ചെയ്യും. ഹോംവർക്ക് ചെയ്തിട്ട് നമ്മൾ പ്ലാൻ ഉണ്ടാക്കി അത് ഈ രീതിയിൽ ചെയ്താൽ നന്നായിരിക്കും, നമ്മുടെ ഔട്ട് കൊടുക്കും. അത് ഞങ്ങൾ റഫ് വീഡിയോ ഷൂട്ട് ചെയ്ത് കൊടുത്തു. ഇപ്പൊ ലാസ്റ്റ് ഞാൻ ഷൂട്ട് ചെയ്തത് പടം അത് റിലീസായിട്ടില്ല, അത് വർക്ക് അതിന്റെ പരിപാടി നടക്കണുള്ളൂ. അപ്പം പക്ഷെ അത് നമുക്ക് ഇപ്പൊ ഞങ്ങളത് റഫ് ഷൂട്ട് ചെയ്തത് കൊണ്ടേ കാണിച്ചപ്പോ മോക്ക് കഴിഞ്ഞപ്പോ തന്നെ അത് കണ്ടപ്പോ തന്നെ അവര് പറഞ്ഞു ഇത് ഓക്കെ, ഇത് മതി എന്ന് പറഞ്ഞു. കാരണം അപ്പം പിന്നെ ആ ക്യാമറ ഞങ്ങൾ ആംഗിൾ പോലും മാറ്റിയിട്ടില്ല, ട്രിനിറ്റിയിൽ അങ്ങനെ തന്നെ ഷൂട്ട് ചെയ്തത്. അപ്പൊ നമുക്ക് സ്പേസ് കിട്ടിയാലേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് സ്പേസ് തരില്ല, അതാണ് ഒരു ക്വാളിറ്റി. സാർ ഇപ്പം പറഞ്ഞത് ഇപ്പം ലൈക്ക് നമ്മുടെ ഇവിടെ വർഷങ്ങളായിട്ട് തമിഴിലെ ലെജൻസ് ആയിട്ടുള്ള കൊറിയോഗ്രാഫേഴ്സാണ് പല സിനിമകളും വന്ന് കൊറിയോഗ്രാഫി ചെയ്യുന്നത്. അപ്പം അവർ ചോദിക്കുമ്പോൾ ലൈക്ക് ഇന്ന സാധനങ്ങൾ, ലൈക്ക് ഇന്ന എക്യുപ്മെൻറ്റ്സ് വേണം, അല്ലെങ്കിൽ ഇന്ന ഇത്ര ആൾക്കാർ വേണം, അല്ലെങ്കിൽ സെറ്റ് ഇത്ര വലിയ സെറ്റ് ആയിരിക്കണം. അതവർ ചിലപ്പം ലൈക്ക് ഇവിടുത്തെ ആൾക്കാർ പെട്ടെന്ന് അവർക്ക് അറിയുന്നത്. പക്ഷെ നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഇല്ല, അങ്ങനെ എന്നുള്ള പ്രോബ്ലംസ് സാറ് ഫേസ് ചെയ്തിട്ടുണ്ട്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ചെറിയ ബഡ്ജറ്റ് വരുമ്പോഴാണ് നമ്മളെ മലയാളികളെ നോക്കുന്നത്. ചെറിയ ബഡ്ജറ്റ് വരുമ്പോഴാണ് നമ്മളെ ചൂസ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു എനിക്ക് തോന്നിയൊരു സങ്കടം എന്ന് പറയുന്നത് മിക്കവാറും എല്ലാ സിനിമകളുടെയും അവസാനമായിരിക്കും സോങ് ഷൂട്ട് അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ വെക്കുക. 99% ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഓൾമോസ്റ്റ് ബഡ്ജറ്റൊക്കെ തീർന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ പ്രൊഡ്യൂസർ ഇനി വേണോ അത് കട്ട് ചെയ്തു. അപ്പം അങ്ങനെ ചില സോങ്ങുകൾ പോയിട്ടുണ്ട്, ചിലത് ഷൂട്ട് ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ട്. ഇനി അഥവാ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് തീർക്കണം. ശരിക്കും പറഞ്ഞാൽ ഒരു 1.5 മിനിറ്റ് എന്ന് പറയുന്ന ഒരു ദിവസം ഷൂട്ട് ചെയ്യാനുള്ളത് ഒരു കണ്ടന്റ് ഉണ്ടാവും, അല്ല അത്രയും വർക്ക് ഉണ്ട് നമുക്ക്. ഒരു 1.5 മിനിറ്റ് എന്ന് പറയുന്നത് ഒരു ദിവസം. പക്ഷെ ഇത് 3 മിനിറ്റ് 4 മിനിറ്റ് ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് തീർക്കാൻ പറയും. അപ്പോൾ ലേറ്റ് നൈറ്റ് ഒക്കെ പോകേണ്ടി വരും. ലേറ്റ് നൈറ്റ് പോകാനും ചില പടങ്ങളിൽ ലേറ്റ് നൈറ്റ് പോകാനും പറ്റില്ല. നൈറ്റ് ഷൂട്ട് ചെയ്യേണ്ട പടമാണെങ്കിൽ നൈറ്റ് തന്നെ ഷൂട്ട് ചെയ്യണം, ഡേ ആണെങ്കിൽ ഡേ തന്നെ വേണ്ടേ. അപ്പൊ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് അതിൽ വെച്ചിട്ട് ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് തീർക്കണം. പിന്നെ അതുപോലെ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന എക്യുപ്മെന്റ് കിട്ടിയത് വരില്ല, അത് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടാൻ സാധ്യത ഉണ്ടാവില്ല. അപ്പോൾ പ്രഷറിൽ നിന്ന് വർക്ക് ചെയ്യണം, ഒരു പ്രഷറിൽ നിന്ന് വർക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് ആ സമയത്ത് ഈ പറയുന്ന പോലെ
ചിലതൊക്കെ നമ്മൾ തള്ളിക്കളയേണ്ടി വരാം, പോട്ടെ അത് വേണ്ട, കുഴപ്പമില്ല പോട്ടെ അങ്ങനെ അങ്ങനെ. പക്ഷെ അത് നമുക്ക് ഫ്രീഡം ആയിട്ട് നമുക്കൊരു സ്പേസിൽ വർക്ക് ചെയ്യാൻ പറ്റിയാൽ നല്ല ഔട്ട്. ഇപ്പൊ എനിക്ക് മാത്രമല്ല, മലയാളത്തിൽ നല്ല കൊറിയോഗ്രാഫേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ, പക്ഷെ അവർക്ക് ഫ്രീഡം കൊടുക്കണം. കാരണം അത് തുടക്കക്കാരല്ലേ, അപ്പൊ അവർക്ക് ആ സ്പേസ് കൊടുത്തിട്ട് അതിനുവേണ്ടി അവർക്ക് അവരുടെ ഔട്ട് എടുത്തിട്ട് അതിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് തിരുത്തി അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നല്ല കൊറിയോഗ്രാഫേഴ്സ് ഈ രംഗത്ത് വരും. അവർക്ക് നന്നായി നല്ല ഔട്ടും ഉണ്ടാവും. ഓപ്പർച്യൂണിറ്റി ഇല്ല. അതുപോലെ നമ്മുടെ ഇവിടെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്സും അതേപോലെ തന്നെ ഇപ്പോൾ പ്രൊമോ സോങ്സ് ഒക്കെ ഇപ്പോൾ കൂടുതലും എടുക്കുന്ന ഒരു പാറ്റേൺ നമ്മൾ കണ്ടുവരുന്നത്. അപ്പം അങ്ങനത്തെ വർക്ക് സാർ ചെയ്തിട്ടുണ്ടോ? പ്രൊമോ സോങ്ങുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രൊമോ സോങ് ചെയ്യാൻ. ഞങ്ങൾ ഈ ലാസ്റ്റ് എൻ്റെ സ്റ്റുഡൻസും അതേപോലെ അസിസ്റ്റൻസ് എല്ലാവരും കൂടി എന്നിട്ട് പറഞ്ഞു നമുക്ക് അങ്ങനെ കുറച്ച് പ്രൊമോകൾ ചെയ്താൽ നല്ലതായിരിക്കും. എനിക്ക് ആഗ്രഹമുണ്ട് ചെയ്യണമെന്ന്, പക്ഷെ ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. അല്ലാത്ത ഞാൻ ചെയ്ത പടങ്ങളുടെ പ്രൊമോ സാധനങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഈ പറയുന്ന പോലെ എൻ്റെ ഫസ്റ്റ് പടത്തിലെ പ്രൊമോയും നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു സിനിമാ കമ്പനിയിൽ. അതിൽ ഞാനും കയറി പെർഫോം ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പ്രോജക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഉരികാക്കോൽ എന്ന് പറഞ്ഞിട്ടൊരു ഫണ്ണായിട്ടുള്ള പരിപാടി ഇഷ്ടമാണ്. പ്രൊമോ സോങ് ചെയ്യാൻ ഇഷ്ടമാണ്. തുടരത്ത് ലാലേട്ടൻ വന്ന പോലെ ഒരു പ്രൊമോ സോങ് പരിപാടി. അതെ 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 അതെ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ രസമായിരിക്കും. അത് ഇതുവരെ എനിക്ക് അങ്ങനെ ചെയ്യാനായിട്ട് കൂടുതൽ ഓപ്പർച്യൂണിറ്റികളൊന്നും വന്നിട്ടില്ല. ഡയറക്റ്റ് സിനിമ. ഇതല്ലാതെ സാറ് ലൈക്ക് ഇവൻറ്റ്സിൻ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്, അതേപോലെ ഇവൻറ്റ് പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ അതിനകത്തൊരു കൊറിയോഗ്രാഫി, അതിനകത്തുള്ള ലേണിങ് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? എനിക്ക് ഏറ്റവും ഇഷ്ടം ഡാൻസ് പ്രൊഡക്ഷൻ ചെയ്യാനാണ്. ഡാൻസ് പ്രൊഡക്ഷനുമായിട്ട് വർക്ക് ചെയ്യാനാണ് കൂടുതൽ താല്പര്യം. എനിക്ക് എൻ്റെ ഡാൻസിൻ്റെയും മൂവ്മെൻറ്റിൻ്റെയും ഒരു ചേഞ്ച് ഉണ്ടായത് ഞാൻ ആട്ടക്കളരിയിൽ പോയി തിരിച്ചു വന്നതിന് ശേഷമാണ്. ആട്ടക്കളരി എന്ന് പറഞ്ഞൊരു ഫേം ബാംഗ്ലൂരുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷമാണ് മൂവ്മെന്റിനെ കുറിച്ച് ഭയങ്കര ഒരു ശരിക്കും എനിക്ക് ഒന്ന് എൻ്റെ മനസ്സോ ശരീരമോ അല്ലെ കണ്ണൊക്കെ ഒന്ന് ഓപ്പൺ ആയത് അപ്പോഴാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരു മൂവ്മെന്റ്. ഇപ്പൊ നമ്മളിപ്പോ ഡാൻസ് ഒരു സ്റ്റെപ്പ് കണ്ടിട്ട് കോപ്പി ചെയ്യണ പരിപാടിക്കപ്പുറം ഇപ്പൊ നമ്മളുടെ സമൂഹത്തിലുള്ള കുറെ വിഷയങ്ങള്, അതുപോലെ പ്രോപ്പർട്ടികള്, മരങ്ങള്, ചെടികള്, ഇങ്ങനെ എല്ലാ സാധനങ്ങളെയും നമുക്ക് വാച്ച് ചെയ്തിട്ട് അത് മൂവ്മെന്റ് ആക്കി മാറ്റാൻ, അല്ലെങ്കിൽ അതിന്റെ ഫോർമേഷൻ എല്ലാത്തിലും ഒരു ആർട്ട് കാണാൻ പറ്റി. അതെനിക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നത്. അതൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ എനിക്കൊരു സ്റ്റേജ് അനുഭവം ഉള്ള ഒരു പെർഫോമൻസിന് മുമ്പ് അത് ക്ലൈമാക്സ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എങ്ങനെ വരണമെന്നുള്ളത്. അപ്പം അത് ഇവിടെ അടുത്തുള്ള എമറഡിയിലായിരുന്നു ഷൂട്ട്, അതിൻ്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നത്. അപ്പം ഞാനവിടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ പെർഫോം ചെയ്യാനായിട്ടും സ്പേസ് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്ന സ്പേസിൽ റൈറ്റ് സൈഡിൽ ഇതുപോലെ കുറേ ചെയറുകൾ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടായിരുന്നു, വെറുതെ വച്ചുമായിട്ടൊക്കെ. അപ്പോൾ ആ ക്ലൈമാക്സ് എനിക്ക് ഞാൻ ആ ചെയർ കൂട്ടിയിട്ടിരിക്കുന്ന അവിടെ നോക്കിയിട്ട് ഒരു പോർഷൻ എടുത്തിട്ട് അത് വെച്ചിട്ട് ഞാനൊരു പീസ് ഉണ്ടാക്കി. എന്ന് പറയുന്ന പോലെ നമുക്ക് അവിടെ എന്താണോ ആവശ്യം അത് നമുക്ക് ഇവിടെ നിന്ന് എല്ലാം എടുത്തെടുക്കാം. അങ്ങനെ ഒരു തോട്ട് വന്നത് ശേഷമാണ്. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയ പിന്നെ എൻ്റെ എല്ലാ സോങ്ങുകളും ഞാൻ നോർമലി പെർഫോമൻസ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ അകത്ത് എന്തെങ്കിലും കോസ്റ്റ്യൂമില്, പ്രസന്റേഷനില്, മൂവ്മെന്റില്, മേക്കപ്പില്, ഓവറോൾ ഞാൻ ഇങ്ങനെ പുതിയ രീതി കൊണ്ടുവരാൻ നോക്കും. സിനിമ പാട്ടുകളാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിലും അതിനകത്ത് എന്തെങ്കിലും സംതിങ് ഡിഫറെന്റ് ഒരു പ്രസന്റേഷൻ കൊണ്ടുവരാൻ നോക്കും. അപ്പോൾ അത് തന്നെയാണ് പിന്നെ എനിക്ക് ഒരു ഡാൻസ് പ്രൊഡക്ഷൻ ചെയ്യാനുള്ള ഒരു താല്പര്യം തോന്നി അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് പഴയ കാലത്ത് ഉണ്ടായിരുന്ന ആളുകള് ഇപ്പൊ ബ്രേക്ക് ഡാൻസിങ് തുടങ്ങിയ കാലം മുതലുള്ള ആളുകൾ കുറെ പേരൊക്കെ ഇതിന്ന് ജോലി, വീട്, മറ്റു ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് കുറെ പേര് ഇല്ലാതായി പോയിട്ടുണ്ട്. കാരണം അവരുടെ ലൈഫിൽ, കാരണം അവരുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട്. പക്ഷെ ഇന്നിവിടെ സമൂഹത്തിൽ കുറെ അധികം നല്ല കൊറിയോഗ്രാഫേഴ്സും ഡാൻസേഴ്സും ടീച്ചേഴ്സും ഒക്കെ ഈ ഒരു കൾച്ചറിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ നല്ല വെൽ സെറ്റിൽഡ് ആയിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നവരും ഉണ്ട്. അല്ല, സമൂഹം അംഗീകരിക്കാൻ തുടങ്ങിയല്ലോ, തീർച്ചയായിട്ടും അംഗീകരിക്കാൻ തുടങ്ങി. അല്ല, അതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ വിളിക്കുന്നത്. അല്ല, പലരും പണ്ടൊക്കെ ഡാൻസ് പഠിപ്പിക്കും, സാറിനെയൊക്കെ ചെറുപ്പത്തിൽ ഡാൻസ് പഠിപ്പിക്കാൻ വീട്ടിൽ വിടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
എത്ര പേര് വിടും? അതൊരിക്കലും അന്നത്തെ കാലത്ത് ആർക്കും പിന്നെ താല്പര്യമില്ല. എന്തെങ്കിലും ജോബ് വേണം എന്നുള്ളതായിരുന്നു പക്ഷെ എല്ലാവരും. ഇപ്പൊ എല്ലാരും അതൊരു ഇപ്പൊ ഒരു ജീവിതത്തിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ജോലിയായി തുടങ്ങി. ജോലിയായി ഇപ്പൊ 99 ഇപ്പൊ മിക്കവാറും എല്ലാ സ്കൂളുകളിലും ഒത്തിരി ടീച്ചിങ് സ്റ്റാഫുകളുണ്ട്. ഡാൻസ് എൻ്റെ കുറേ സുഹൃത്തുക്കൾ കുറേ സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ജോലിയായി. അവർ അങ്ങനെ അതങ്ങനെയാണ് ജീവിക്കുന്നത്. ഡാൻസ് കൊണ്ട് തന്നെ ഡാൻസ് കൊണ്ട് തന്നെ ജീവിക്കുന്നത്. ഒത്തിരി പേരായി ഇപ്പോൾ. പണ്ടത്തെ കാലമല്ല. അത് മാത്രമല്ല അതിൻ്റെ അപ്പുറം ഇപ്പൊ പുതിയ രീതിയിൽ ഡാൻസിനെ കാണാനും മൂവ്മെന്റിനെ കാണാനും ഒരു എന്താ പറയാ നമുക്ക് പറയാൻ ആശയങ്ങൾ നൃത്തത്തിലൂടെ പറയണമെന്ന് താല്പര്യമുള്ളവർ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോ പുറത്തുണ്ട്. ഇപ്പം കേരളത്തിന് പുറത്ത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇത് കുറച്ചുകൂടെ വ്യാപകമായിട്ടുണ്ട്. ഇവ മുംബൈ പോലുള്ള സ്ഥലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഡൽഹി, ഹൈദരാബാദ് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം ഒരു പുതിയൊരു കൾച്ചർ, ഒരു ന്യൂ ഏജ് ഒരു രീതികളൊക്കെ വന്നു തുടങ്ങി. ഒരു ഡാൻസ് ഫോം, അതെ, അത് മോഡേൺ രീതികൾ കണ്ടംപററി ആയിട്ട് തന്നെ വന്നു തുടങ്ങി. അതിന്റെ ആശയങ്ങളും എല്ലാം സമകാലീനമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. സാറിന് ഏതെങ്കിലും ഒരു ഡാൻസ് കൊറിയോഗ്രാഫി ഇവന്റിൽ കൊറിയോഗ്രാഫി ചെയ്ത ഒരു വർക്ക് സാറിന് എങ്ങനെയായിരിക്കും? ഒരു ഇവന്റ് ഒരു കൊറിയോഗ്രാഫി ചെയ്യുമ്പോൾ സാർ എങ്ങനെയാണ് അതിന്റെ സ്റ്റെപ്സ് എടുക്കുന്നത്? മ്യൂസിക്സ് അല്ലെ ഓരോ കൺസെപ്റ്റ് വെച്ചിട്ടാണോ അതൊക്കെ ചെയ്യുന്നത്? അതെ അതെ, ഒരു അവർക്ക് എന്താണോ ആവശ്യം അതനുസരിച്ച് നമുക്ക് ഈ അവാർഡ് ഷോസ് അങ്ങനത്തെ ഫങ്ഷൻസ് അത് അവാർഡ് ഷോസിനൊക്കെ കുറച്ചുകൂടി നമുക്ക് ഈസിയാണ് അത് പ്ലേസ് ചെയ്യാനും. അതിനേറ്റവും ഇപ്പം നമ്മള് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആദ്യമൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഇതിനു വേണ്ടി ഇങ്ങനെ ഭയങ്കര സമയം കളഞ്ഞ് ചെയ്യുമായിരുന്നു. ഇപ്പം അങ്ങനെ സ്റ്റേജ് ഷോന് വേണ്ടി ഞാൻ നിൽക്കാറില്ല. ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓഡിയോ എഡിറ്റിംഗ് ആണ്, ഓഡിയോ ആണ് എനിക്ക് കൂടുതൽ ടാസ്ക് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് ഞാൻ സോൾവ് ചെയ്തു, ഞാൻ പല സ്ഥലത്തും ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ അതിനുവേണ്ടി അങ്ങനെ ഇരിക്കാറില്ല. കൂടുതൽ അല്ലാതെ ഈവന്റ് പ്രൊഡക്ഷൻസ്, ഡാൻസ് പ്രൊഡക്ഷൻ എനിക്ക് ഇഷ്ടം. അതിനുവേണ്ടി ഇരിക്കാനാണ് താല്പര്യം. അതുമായിട്ട് ചെയ്ത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അതിനുവേണ്ടി ഒരു സ്പേസും ബോഹോ എന്ന് പറയുന്ന സ്പേസ് ബോഹോ എന്ന് പറയുന്ന ഒരു സ്പേസ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. അത് എൻ്റെ ലൈഫിലുണ്ടായ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ആ പ്ലേസ് ഉണ്ടാക്കിയത്. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തത്. അതിൽ ഈ പറയുന്ന പോലെ എല്ലാവർക്കും കലയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നൃത്തത്തെ സ്നേഹിക്കുന്ന മൂവ്മെന്റിനെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ വേറിട്ടൊരു പ്രസന്റേഷൻ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് അതിൽ വരാം, പങ്കെടുക്കാം. അവർക്ക് അവരുടെ കോൺട്രിബ്യൂഷൻ അവിടെ കൊണ്ടുവരാം. നമ്മളുടെ സപ്പോർട്ട് എല്ലാ രീതിയിലും ഉണ്ടാവും. അങ്ങനെ ഒരു പ്ലേസ്, കാരണം എനിക്കൊന്നും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായില്ല. ബാക്കിയുള്ളവർക്ക് അങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ് ചിന്തിച്ചത്. കാരണം അതാണ് ഇനി വളരേണ്ടത്, ഇനി വളർന്നു വരേണ്ടത്. കാരണം നമുക്ക് സമൂഹത്തിൽ നൃത്തത്തിലൂടെ നമുക്ക് നമ്മളുടെ ആശയങ്ങൾ അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ വേണ്ടുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനായിട്ടൊരു സ്പേസും അതിനൊരു ടാലന്റും അല്ല അങ്ങനത്തെ ഒരു സ്പേസും അങ്ങനത്തെ ഒരു വർക്ക് ചെയ്യുന്ന ആളുകളെയും നമുക്ക് ആവശ്യമാണ്. അതാണ് വേണ്ടത്. ഇനി വളർന്നു വരുന്ന തലമുറയ്ക്ക് അതാണ് ആവശ്യം. അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്ക് കലയിലൂടെ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. കാരണം മറ്റുള്ള ആർട്ട് ഫോമുകൾ കൊണ്ട് നമുക്ക് കാര്യമായിട്ട് ഇങ്ങനെ ഒരു മോഡേൺ രീതികൾ പറയാൻ നാടകം പറ്റുന്നുണ്ട്. തിയേറ്റർ നാടകങ്ങൾ കൊണ്ട് പലതും പറയാൻ പറ്റുന്നുണ്ട്. പലതും നാടകം കൊണ്ട് തന്നെ പലതും സംഭവിച്ചിട്ടുണ്ട് ഇവിടെ. പക്ഷെ നൃത്തം കൊണ്ട് അത്ര ഡീപ്പായിട്ട് സംഭവിച്ചിട്ടില്ല. അപ്പൊ അത് സംഭവിക്കണം എന്നുള്ളതാണ് എൻ്റെ അടുത്ത ലക്ഷ്യം. അതൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നതും എനിക്ക് വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ട ഒരു മേഖലയും അത് തന്നെയാണ്. അതുകൊണ്ടാണ് ആ പ്ലാറ്റ്ഫോം അങ്ങനെ വന്നത്. ഇപ്പോഴും അതിൻ്റെ അകത്ത് വർക്ക്ഷോപ്പുകളും ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു വർക്ക്ഷോപ്പ് കഴിഞ്ഞു അങ്ങനെ ഇരിക്കണം. ഓക്കെ, ഞാൻ അതേപോലെ ബോഹോ സ്പേസ് പറഞ്ഞപ്പോഴാണ് ബോഹോ ടൈപ്പ് ഒരു തീംഡ് ആയിരുന്നല്ലോ ഗോഡ് ലൈഫിന്റെ പ്രൊമോഷന് വേണ്ടി AR റഹ്മാനെ കൊണ്ടുവന്ന് ചെയ്യിപ്പിച്ച അത് പ്രൊമോ സോങ്. അപ്പോൾ അതെങ്ങനെയാണ് കൺസെപ്റ്റ്? ബ്ലെസ്സി സാർ പറഞ്ഞായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു പരിപാടി വേണ്ട, ഇങ്ങനെ ഒരു തീമാണ് വേണ്ടത്. അത് ഓൾറെഡി ബ്ലെസ്സി സാറിൻ്റെ അടുത്ത് എത്തുന്നത് എൻ്റെ വേറെ കുറച്ച് സുഹൃത്തുക്കൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തവരും അവരാണ് ബ്ലെസ്സി സാറിനെ ഇങ്ങനെ മീറ്റ് ചെയ്യാൻ പറയുന്നത്. സാറിനെ മീറ്റ് ചെയ്തപ്പോൾ സാർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നല്ല തമാശ പറയും, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് പുള്ളിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാനായിട്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു, ഇതാണ് കോൺസെപ്റ്റ്, ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്, ഔട്ട് ഇത് വേണം, മസ്റ്റാണ്, നല്ല നിലവാരം വേണം, എല്ലാവരും നമുക്ക് എല്ലാ സ്കിന്നും വേണം, വൈറ്റ് ഒരു ടൈപ്പ് ഓഫ് സ്കിൻ അല്ലാതെ എല്ലാ സ്കിന്നുള്ള ആളുകൾ. കാരണം ഇതൊരു ഇന്റർനാഷണൽ ഹോപ്പ് അല്ലേ, സ്പേസ് ആണ്.
അങ്ങനെ ഒരു ഇന്റർനാഷണൽ ഒരു സാധനമാണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ആ ബൊഹോ സ്പേസ് വഴി ഇവിടെ ബൊഹോയിൽ വർക്ക് ചെയ്തു പോയ മിക്കവാറും എല്ലാ ഡാൻസേഴ്സിനെയും വിളിച്ചു. അവരെല്ലാവരും വെളിനാട്ടുകളിൽ എല്ലാവരാണ്. അപ്പോൾ അവരെല്ലാവരും വിളിച്ചു നിർത്തി. അങ്ങനെയാണ് അത് ക്രിയേറ്റ് ആയത്. പക്ഷെ സാറിന് ഒരു വ്യക്തമായ ഒരു ധാരണ പറഞ്ഞുള്ളൂ ഇങ്ങനെ വേണം എന്നുള്ളത്. പിന്നെ എയർ റഹ്മാൻ ഉള്ളത് കൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. എക്സ്പീരിയൻസ് എയർ റഹ്മാനെ പോലെ ലെജൻഡുമായിട്ട് വർക്ക് ചെയ്യുന്നതിന് ലൈക്ക് സാറിന്റെ ചൈൽഡ്ഹുഡിൽ ലൈക്ക് പല ഹുക്ക് സ്റ്റെപ്പൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ഞാൻ പണ്ട് മുതലേ പറയായിരുന്നു ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വർക്ക് ചെയ്യണം. ഞാൻ കൂടെ വർക്ക് ചെയ്യണമെന്നല്ല, അദ്ദേഹം കമ്പോസ് ചെയ്ത ഒരു സോങ്ങിൽ എനിക്ക് കൊറിയോഗ്രാഫി ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അത്ര ഞാൻ മനസ്സിൽ ചിന്തിച്ചുള്ളൂ. പക്ഷെ ഭയങ്കര സന്തോഷമായി വർക്ക് ചെയ്തു അദ്ദേഹം. പക്ഷെ വളരെ ചുരുക്ക സമയം അദ്ദേഹത്തിന് അടുത്ത് കിട്ടുള്ളൂ. എപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ ആളുകൾ ഉണ്ടാവും. ഇവരെല്ലാവരും അദ്ദേഹം ആ ഷൂട്ട് ടൈമിൽ വരുന്നു, അവിടെ ചെയറിലിരിക്കുന്നു, നമ്മൾ വർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നു, ചെയ്യുന്നു, അപ്പം തന്നെ അവിടെ നിന്ന് മാറും, ക്യാരവനിലേക്ക് പോകും, പിന്നീട് വീണ്ടും വരും. അങ്ങനെയായിരുന്നു. പക്ഷെ അതിനുശേഷം എനിക്ക് അദ്ദേഹം പറഞ്ഞു എന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്, ഫ്രീ ആകുമ്പോൾ പറയണമെന്ന് പറഞ്ഞു. അതിങ്ങനെ നിരന്തരം ഇങ്ങനെ എടുത്ത് പറഞ്ഞോണ്ടിരുന്നു. ഓരോരുത്തരും ഒന്ന് പറയും, വിളിക്കണ്ട്, ഫ്രീ ആകുമ്പോൾ സംസാരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ സംസാരിക്കാൻ ഗ്യാപ്പ് കിട്ടുന്നില്ല. ലാസ്റ്റ് ടൈമില് പിന്നെ ഞങ്ങൾക്കൊരു ഗ്യാപ്പ് കിട്ടി, സംസാരിച്ചു. അദ്ദേഹം ഭയങ്കര ഇഷ്ടമായി, നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ട്രീറ്റ് ഒക്കെ തന്നു, ഞങ്ങളെ റൂമിലേക്ക് കൊണ്ടുപോയി വിളിച്ചു വരുത്തി. അതൊക്കെ ഒരു ഭയങ്കര ഒരു കാര്യം. കാരണം അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു അരമണിക്കൂർ 10 മിനിറ്റ് ഇരിക്കാന്ന് പറയുന്നത് തന്നെ, ഇത് ഞങ്ങളെ റൂമിൽ വിളിച്ചെത്തി ഒരു ഹാഫ് ആൻ അവർ ഞങ്ങൾ കുറെ സംസാരിച്ചു. മോറില ഇതൊക്കെ പോയി. കാരണം ഭയങ്കര പേടിയായിരുന്നു. ഒരു അരമണിക്കൂറോടെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് സംസാരിച്ചു. ഒരു കേക്കൊക്കെ കട്ട് ചെയ്ത് ഹാപ്പി ആയിട്ട് സന്തോഷമായി. ഭയങ്കര ഒരു ഗംഭീര വർക്കായിരുന്നു അത്. മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്തതിലും ഇതിലുമൊക്കെ കുറച്ച് ടൈം എടുത്തു. ഞങ്ങൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്ത് വെച്ചു. വന്ന ഉടനെ തന്നെ നമ്മള് മൂവ്മെന്റ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഭയങ്കര മൂവ്മെന്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പുള്ളി പ്ലേസ്മെന്റ് പാട്ട് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മൂവ്മെന്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. ആലോചിച്ചായിരുന്നു, പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ സാറ് പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് പറ്റിയാല് ചെയ്യിക്കാലോ എന്നുള്ള രീതിയിൽ. പക്ഷെ അതൊന്നും ചെയ്യേണ്ടി വന്നില്ല, അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അതില് അതാണ് കുറച്ചുകൂടെ നല്ലത്. സാറ് ഐറ്റം സോങ്സ് അതേപോലത്തെ ലൈക്ക് കുറച്ചുകൂടി ഫോക്ക് ഡാൻസ് ആണ് സാറ് ചെയ്യാൻ ഇഷ്ടമെന്ന് തോന്നുന്നു. എപ്പോഴെങ്കിലും അങ്ങനെ ഒരു പടം ലൈക്ക് അങ്ങനത്തെ ഒരു വർക്ക് വന്നിട്ടുണ്ടോ, ലൈക്ക് ഇനി ഫ്യൂച്ചറിലോ പുതിയ പടങ്ങളോ? ഇല്ല, ഇതുവരെ ഇപ്പൊ റീസെന്റ് വന്നിരിക്കുന്നതും ഐറ്റം ഒന്നും അല്ല. നോർമലി ഉള്ള ഒരു പരിപാടി തന്നെ. നെക്സ്റ്റ് ഷൂട്ട് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റില് അങ്ങനത്തെ ഒരു പരിപാടിയല്ല. അതൊരു കുറച്ച് മോഡേൺ സാധനം തന്നെയാണ്. ഫ്യൂച്ചർ പ്രോജക്ട്സ് ഒക്കെ എന്താണ് സാർ ലൈനപ്പിലുള്ള? ഇപ്പൊ 2-3 പ്രോജക്റ്റ് വന്നിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഇങ്ങനൊരു ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം സിനിമ എന്ന് പറയുന്നത് സംഭവിക്കാതിരിക്കാം, സോങ് കട്ട് ചെയ്യപ്പെടാം. ഇപ്പൊ 10th അടുത്ത ഷൂട്ട് വെച്ചിരിക്കുന്നത് അതൊരു മോഡേൺ പരിപാടിയാണ്. അത് അതിൽ 2 സോങ് ഉണ്ട്, 2 ചെറിയ ബിറ്റുകളാണ് ഉള്ളത്. അതെങ്ങനെ വരുമെന്ന് അറിയില്ല, സംഭവിക്കട്ടെ, നന്നായിരിക്കട്ടെ എന്നുള്ളതാണ്. പക്ഷെ എൻ്റെ ആഗ്രഹം എനിക്ക് മോഡേണും ഈ പറയുന്ന പോലെ ഒരു എന്താ പറയാ ഐറ്റവും ഫോക്കൊക്കെയാണ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് കുറച്ചുകൂടെ ഔട്ട് എനിക്ക് കൊടുക്കാൻ പറ്റും വിശ്വസിക്കുന്നത്. അതാണ്. കാരണം അത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. കാരണം അല്ലാത്ത തന്നെ മോഡേണും വെസ്റ്റേണും ഒക്കെ എനിക്ക് കുറെ ചെയ്തിട്ടുണ്ട്. പുതിയത് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ സോങ്ങുകളും ചെയ്തിട്ടുണ്ട്. എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത് ഇത് രണ്ടുമാണ്. പിന്നെ അതുപോലെ എന്തെങ്കിലും ഡിഫറെന്റ് ക്രിയേറ്റീവ് ആണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതായത് എന്തെങ്കിലും പുതിയത് ഉണ്ടാക്കണം, ഈ ഒരു ആശയത്തിൽ നിന്ന് ഇതൊരു സംഭവം പുതിയത് ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ഐ എം സോ ഹാപ്പി. അങ്ങനത്തെ ഒരു ഡിഫറെന്റ് സാധനങ്ങളെ കുറിച്ച് ചിന്തിക്കാനാണെങ്കിൽ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതിന് വർക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. ഫുൾ ടൈം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് കൂടുതലും ഈവന്റ് പ്രൊഡക്ഷനിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡാൻസ് പ്രൊഡക്ഷൻ ആണ് എന്റെ ലക്ഷ്യം. അതൊക്കെയാണ് ഒരു ആശയത്തിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിനിടയ്ക്ക് വരുന്ന സിനിമകൾ ചെയ്യും. സെലക്റ്റീവ് ആയിട്ടാണോ സാർ സിനിമ ചെയ്യുന്നത്? ഇപ്പൊ കുറച്ച് ലാസ്റ്റ് ടൈമിലൊക്കെ ഞാൻ സെലക്റ്റീവ് ആകാൻ തുടങ്ങി. നേരത്തേക്ക് കുറേ പ്രോജക്റ്റുകൾ വരും, ബഡ്ജറ്റും ഉണ്ടാവില്ല, നമ്മൾ അവിടെ പോയി എന്തൊക്കെയോ ചെയ്യും. എന്നിട്ട് ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നം വെച്ചാല് എനിക്ക് 2 ദിവസത്തേക്ക് ഉറങ്ങാൻ പറ്റില്ല. ഇത് ഞാനിങ്ങനെ അങ്ങനെ ചെയ്യിച്ച ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അത് നമുക്ക് കിട്ടിയൊരു സ്പേസ്. കാരണം നമുക്കത് ചില സ്ഥലത്ത് ഈ പറയുന്നത് നമ്മളിപ്പോ ഒരു ഫ്രെയിം വെച്ചിട്ട്
കുറച്ച് തീയൊക്കെ ഇട്ട് ഇങ്ങനെ വർക്ക് ചെയ്ത് നോക്കിയുമ്പോൾ പെട്ടെന്ന് മഴ വന്നു കഴിയുമ്പോൾ അയ്യോ പെട്ടെന്ന് മഴ വരും പെട്ടെന്ന് ഷൂട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് നമ്മളൊന്നും നമ്മുടെ തലയിലൊന്നും വരില്ല. ആ സമയത്ത് എന്തൊക്കെയോ ചെയ്ത് കൂട്ടി വിടുക എന്നുള്ളതാണ്. അപ്പൊ പക്ഷെ അങ്ങനെ അല്ലാതെ കുറച്ചുകൂടി സമയമെടുത്ത് നല്ലൊരു ഔട്ട് കൊടുക്കാൻ പറ്റും എന്ന് എനിക്ക് കോൺഫിഡന്റ് ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു സ്പേസ് പൊതുവെ കുറവാണ്. അപ്പോൾ അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു സ്ട്രഗിള് മലയാളത്തിലുള്ള കൊറിയോഗ്രാഫേഴ്സ് അനുഭവിക്കുന്നത്. അവർക്കെല്ലാം നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ നന്നായിട്ട് ചെയ്യുന്നവരാണ്. വേറെ പ്രോജക്ട്സുകൾ ഇപ്പം 2 പ്രോജക്റ്റുണ്ട്. അതൊന്നും കൺഫേം ആയിട്ടില്ല. ഫസ്റ്റ് ഇപ്പൊ 10th ഷൂട്ട് ചെയ്യാൻ പോകണം. അതിനുശേഷമുള്ള ഡേറ്റ് കിട്ടിയിട്ടില്ല. അങ്ങനെ നിൽക്കുന്നു. മലയാളം അല്ലാതെ വേറെ ലാംഗ്വേജ് ഒക്കെ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. ഒരു പ്രോജക്റ്റ് വന്നിരുന്നു തമിഴ്. പക്ഷെ അവർക്ക് തനി നാടൻ പരിപാടികളാണ് താല്പര്യം. അപ്പൊ അതെനിക്ക് താല്പര്യമില്ല. എനിക്ക് അത്രയും ആ കൾച്ചർ പെട്ടെന്ന് ഷൂട്ട് ചെയ്യാൻ വേണം. കുറച്ച് സമയം കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ ആ കൾച്ചർ പഠിച്ച് അഡാപ്റ്റ് ചെയ്ത് വർക്കൗട്ട്. അത് പക്ഷെ ആ പ്രോജക്റ്റ് നടന്നില്ല എന്ന് തോന്നുന്നു. അങ്ങനെ പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. വന്ന ചെയ്യും. എപ്പോഴും പുതിയ സാധനം ചെയ്യാനായിട്ടുള്ളൊരു പുതിയ തോട്ടുകൾ ചെയ്യാനായിട്ടാണ് ഇഷ്ടം. നേരത്തെ ചെയ്തു വെച്ചത് അതേപോലെ തന്നെ കോപ്പി ചെയ്യാനായിട്ടുള്ള പരിപാടികളോട് താല്പര്യം കുറവാണ്. പുതിയ പരിപാടികൾ തേടി അത് എക്സിക്യൂട്ട് ചെയ്തെടുക്കാനാണ് സാറ് കൂടുതലും ഇഷ്ടപ്പെടുന്നത്. അതിലാണ് ഇപ്പോൾ സാറിൻ്റെ ഒരു ഹൈ ഇല്ലേ? അതാണ് ഇഷ്ടം. അതാണ് എൻ്റെ എനർജി. അതാണ് എൻ്റെ തോട്ട്. അങ്ങനെ പുതിയ ലൈക്ക് സാറ് ലൈക്ക് ആഗ്രഹിച്ച പോലെ പുതിയ പല ടൈപ്പ് ഓഫ് ഉള്ള വർക്ക്സ് സാറിനെ തേടി വരട്ടെ. അതിന് ഇതേ മൂൺവാക്ക് പോലെ നല്ലൊരു ഔട്ട് എന്ന പ്രേക്ഷകർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമകൾ കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് നിർത്തുന്നു. താങ്ക് യു സർ.